വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന 8 ദേവതകളെയാണ് അഷ്ടവസുക്കളെന്ന് നാം പറയുന്നത്. ഒരിക്കൽ വസിഷ്ഠമുനിയുടെ ശാപം മൂലം അഷ്ടവസുക്കളിലെ പ്രഭാസാവാണ് പിന്നീട് മഹാഭാരതത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനായി ജനിക്കുന്ന ദേവവ്രതൻ. ഗംഗാദേവിയുടെ പുത്രനായതിനാൽ ഗംഗാദത്തനെന്നും തീക്ഷ്ണമായ ശപഥം മൂലം ദേവവ്രതൻ പിന്നീട് ഭീഷ്മരായും അറിയപ്പെട്ടു. മഹാഭാരതത്തിലെ ആദ്യപർവത്തിലാണ് ഭീഷ്മരുടെ ജനനത്തെയും യൗവനത്തെയും പ്രതിപാദിക്കുന്നത്. വൈഷ്ണവാവതാരമായ പരശുരാമനിൽ നിന്നും ആയോധന കലകളും ദേവേന്ദ്രനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളും ഭീഷ്മരെന്ന അതിമഹാരഥിയെ അഗ്രഗണ്യനാക്കി. സത്യവതിയുടെ നിബന്ധനകളാൽ സ്വന്തം പിതാവിനു വേണ്ടി വിവാഹ ജീവിതം ബഹിഷ്കരിക്കുകയും ആയുഷ്കാലം ബ്രഹ്മചര്യം സ്വീകരിക്കുന്നതായും ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു. ത്രേതായുഗത്തിൽ തന്നിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവ ശക്തിയെ പൂർണ്ണമായും ശ്രീരാമന് സമർപ്പിച്ച ഭാർഗവൻ അസ്ത്രശസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചിരുന്നു.